കനത്ത മഴയിൽ തൃശൂർ മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു. 1 വർഷം മുൻപ് 1 കോടി രൂപ ചിലവഴിച്ച് നവീകരണം നടത്തിയ സിനഗോഗാണ് തകർന്നത്. മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈമാറിയ കെട്ടിടത്തിന്റെ ചുമതല ടൂറിസം വകുപ്പിനാണ്. കൂടുതൽ വിവരങ്ങളുമായി ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, എപ്പോഴാണ് ഈ മേൽക്കൂര തകർന്നത്? എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് മേൽക്കൂര തകർന്നു വീണിരിക്കുന്നത്. ഈ സിനഗോഗിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷം, അതായത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് സിനഗോഗ്. അതുകൊണ്ട് തന്നെ ആ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസം വകുപ്പ് സംരക്ഷിച്ച് വരികയായിരുന്നു. അതിനിടയിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്, 1 വർഷമല്ല കുറച്ച് മുൻപാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഏകദേശം 1 കോടി രൂപയോളം ചിലവഴിച്ച് നടത്തിയത്. എന്നാൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയതിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു. അറ്റകുറ്റപ്പണികൾ ഈ മഴക്കാലത്തിന് മുൻപായി നടത്തണമെന്ന് വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വകവെക്കുകയോ ചെയ്തിട്ടില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ മഴ കനത്തതോടുകൂടി വീണ്ടും ഈ സിനഗോഗിൻ്റെ മേൽക്കൂര അത് ഇടിഞ്ഞു വീഴുകയും തകർന്ന് വീഴുകയും ചെയ്തിട്ടുള്ളത്. അവിടെ സാധാരണഗതിയിൽ അങ്ങോട്ടേക്ക് ആളുകൾ എത്താറുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അപകടം ഒഴിവായത്. പലപ്പോഴും ആ പരിസരത്ത് ആളുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സംരക്ഷിക്കുന്ന മേഖലകളൊക്കെ തന്നെ അപകടാവസ്ഥയിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ മുന്നോട്ട് പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം.